മഹാരാഷ്ട്രയിൽ കർഷക ആത്മഹത്യകൾ വർദ്ധിക്കുന്നതിനിടെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവരികയാണ്. ട്രാക്ടറും കാളയെയും വാങ്ങാൻ പണമില്ലാത്ത തുക കൊണ്ട് കർഷകനും ഭാര്യയും ചേർന്ന് പാടം ഉഴുതുമറിക്കുന്ന ദൃശ്യങ്ങളാണ് ഫ്രീ പ്രസ് ജേണൽ പുറത്തുവിട്ടത്. 65-കാരനായ അംബാദാസ് പവാറും വാർദ്ധക്യത്തിൽ എത്തിയ ഭാര്യയും ചേർന്നാണ് പാടം ഉഴുതുമറിക്കുന്നത്. ശ്രീജിത്ത് ബാലകൃഷ്ണൻ ചേർന്നു നാഷണൽ ഡെസ്കിൽ നിന്ന്. ശ്രീജിത്ത്, ട്രാക്ടറിനോ വണ്ടിക്കാളയ്ക്കോ പണമില്ലാത്ത ഇന്ത്യൻ കർഷകന്റെ ദുരവസ്ഥയാണ് നമ്മൾ സ്ക്രീനിൽ കണ്ടത്. മഹാരാഷ്ട്രയുടെ ഏത് ഭാഗത്ത് നിന്നാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്? എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ നമ്മുടെ കയ്യിലുള്ളത്? ലക്ഷ്മി, ഇത് മഹാരാഷ്ട്രയിലെ ലാത്തൂർ ജില്ലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. മഹാരാഷ്ട്രയിൽ ഒരുപക്ഷെ കാർഷിക മേഖലകളെല്ലാം ഏറെക്കുറെ ഈ ദൃശ്യങ്ങൾ തന്നെ ആയിരിക്കുമെന്നാണ് വിചാരിക്കുന്നത്. ഇതൊരു ദൃശ്യം മാത്രമായി കാണേണ്ടതില്ല. കാരണം മഹാരാഷ്ട്രയുടെ കാർഷിക മേഖല എമ്പാടും തകർന്ന അവസ്ഥയിലാണ്. ഏതാണ്ട് വലിയ രൂപത്തിൽ കർഷക ആത്മഹത്യകൾ വർദ്ധിക്കുന്ന കണക്കുകൾ കൂടി ഇപ്പോൾ ഇതിനോടൊപ്പം ഞാൻ പറയുകയാണ്. മഹാരാഷ്ട്രയിൽ 2023 ഏതാണ്ട് 2800-ലധികം കർഷകരാണ് സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നും കടക്കെണിയെ തുടർന്നും ആത്മഹത്യ ചെയ്ത്. കഴിഞ്ഞ വർഷം 2024 2600-ലധികം കർഷകർ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞു. അതും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് മാത്രമാണ്. ഇനി ഈ വർഷം ആദ്യത്തെ 3 മാസം ജനുവരി, ഫെബ്രുവരി, മാർച്ച് ആകുമ്പോഴേക്കും ഏതാണ്ട് 767 കർഷകർ, ഇതുവരെ മാർച്ച് വരെയുള്ള കണക്കുകൾ മാത്രമാണത്, 767 കർഷകർ മഹാരാഷ്ട്രയിലെ വിവിധ ജില്ലകളിലായി കാർഷിക മേഖലയിലുള്ള കർഷകർ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധിയും കടക്കണിയും മാത്രമാണ് കാരണം. ഈ കർഷകൻ അൻബാദാസും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ചേർന്നാണ് ഈ നിലം ഉഴുതുന്നത്. ഏതാണ്ട് 2.5 ഏക്കറിലധികം അവർക്ക് നിലമുണ്ട്. പക്ഷേ കൃഷി ചെയ്യാൻ പണമില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിൽ സമ്പാദിച്ചതെല്ലാം ഈ അടുത്തിടെ ഉണ്ടായ സാമ്പത്തിക നഷ്ടവും സാമ്പത്തിക പ്രതിസന്ധിയും കാർഷിക മേഖലയിൽ ചെലവാക്കിയതുമായി ബന്ധപ്പെട്ട് ഒന്നും തിരിച്ചു കിട്ടാത്ത അവസ്ഥയിൽ എല്ലാ പണവും പൂർണ്ണമായും അവരുടെ സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ടപ്പോഴാണ് കാളയെ വാങ്ങാൻ പണമില്ല, ട്രാക്ടർ വാങ്ങാൻ പണമില്ല, ജോലിക്ക് ആളെ വെക്കാൻ പണമില്ല. മകൻ ദിവസവേതനക്കാരനായി മറ്റൊരു സ്ഥലത്ത് ജോലി ചെയ്യുകയാണ്. മരുമകളും 2 കുട്ടികളും വീട്ടിലുണ്ട്. ഇത്രയും പേരുടെ ജീവിതക്രമങ്ങൾ നടന്നു പോകേണ്ടതുണ്ട്. അതുകൊണ്ട് വേറെ നിവൃത്തിയില്ലാത്തതിനാൽ കൃഷി ഇറക്കാതെ വേറെ നിർവാഹമില്ല. അതുകൊണ്ട് മകൻ്റെ മാത്രം സമ്പാദ്യം കൊണ്ട് വീട് പുലർന്നു പോകുന്നൊരു സാഹചര്യമില്ല. അതുകൊണ്ട് ഈ രൂപത്തിൽ മുന്നോട്ട് പോയേ പറ്റൂ എന്നുള്ളതാണ് ഈ 65 വയസ്സ് കഴിഞ്ഞ വൃദ്ധനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ചേർന്ന് ലാത്തൂർ ജില്ലയിൽ ഈ കൃഷിയിടത്തിൽ സ്വന്തമായി ഈ കാഴ്ച ഒരിക്കലും ഒരുപക്ഷെ കേരളത്തിൽ ആണെങ്കിൽ ഇത് വലിയ ദേശീയ വാർത്തയായി മാറേണ്ട ഒരു ദൃശ്യമാണിത്. പക്ഷേ അതിനപ്പുറത്തേക്ക് അവിടെ ഒരു ദിവസ കാഴ്ചയായി മാറി എന്നുള്ളതാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ലാത്തൂർ ജില്ലയിൽ ഏറെക്കുറെ കർഷകരെല്ലാം ഇതേ അവസ്ഥയിലാണ്. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. സർക്കാർ കൊടുക്കാനുള്ള ഏതാണ്ട് 86,000 കോടിയോളം രൂപ ഈ കഴിഞ്ഞ കാലയളവിൽ സർക്കാർ കർഷകർക്കായി നീക്കിവെച്ചിട്ടുണ്ട് എന്ന് പറയുന്ന സർക്കാർ മഹാരാഷ്ട്രയിലെ വിവിധ സർക്കാരുകൾ കടന്നുപോയ എല്ലാ സർക്കാരുകളും കൊടുക്കാനുണ്ട് പണം. ഇതൊന്നും കർഷകരുടെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടില്ല. അതുമാത്രമല്ല വലിയ രൂപത്തിൽ കർഷകർ ഇപ്പോഴും കടക്കണിയിലാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ വർഷം 2600-ലധികം കർഷകർ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ആത്മഹത്യ ചെയ്യുന്നു. ഇപ്പോൾ ഇതുവരെ കഴിഞ്ഞ മാർച്ച് വരെ 767 കർഷകർ ആത്മഹത്യ ചെയ്യുന്നു എന്ന രൂപത്തിലേക്ക് പോകുമ്പോൾ ഈ ദൃശ്യങ്ങൾ സൂചിപ്പിക്കുന്നത് കർഷകരുടെ വലിയ സാമ്പത്തിക ദുരിതം, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ഒരു തരത്തിലും പൈസ ഇല്ലാത്തൊരവസ്ഥ. കാളയെ വാങ്ങാൻ ഈ വാർത്തയിൽ പറയുന്നത് കാളയെ വാങ്ങാൻ പണമില്ല, ട്രാക്ടർ വാടകയ്ക്കെടുക്കാൻ പണമില്ല, ജോലിക്ക് ആളെ വെക്കാൻ, ദിവസക്കൂലിക്ക് ജോലിക്ക് ആളെ വെക്കാൻ പോലും പണമില്ലാത്തൊരു കർഷകനാണ്. 2.5 ഏക്കർ അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. അത് മറ്റ് സംസ്ഥാനങ്ങൾ, കേരളത്തിന് വിഭിന്നമായി മറ്റ് സംസ്ഥാനങ്ങൾ കർഷകരുടെ കയ്യിൽ ധാരാളം ഭൂമി ഉണ്ടാകാറുണ്ട്. പക്ഷേ ചെലവാക്കാൻ പണമില്ല, കൃഷി ചെയ്യാൻ പണമില്ല, സ്വന്തം അക്കൗണ്ടിൽ 1 രൂപ പോലുമില്ല. ഈ രൂപത്തിലുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്നാണ് ഈ കർഷകർ പറയുന്നത്. എന്തായാലും വലിയ ഞെട്ടിക്കുന്ന ദൃശ്യമാണ് മഹാരാഷ്ട്രയിൽ നിന്ന് പുറത്തു വരുന്നത്. ഇതേപോലെ സമാനമായ അവസ്ഥയിൽ പല ജില്ലകളിലും മഹാരാഷ്ട്രയിൽ മറാത്ത കേന്ദ്രീകരിച്ച്, വിദർഭ കേന്ദ്രീകരിച്ച്, ലാത്തൂർ കേന്ദ്രീകരിച്ച് പല ജില്ലകളിലായി ഇതുതന്നെയാണ് സ്ഥിതി എന്നും ദേശീയ മാധ്യമങ്ങൾ പലരും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ പല വാർത്തകളും ഇതിനേക്കാൾ ഭീകരമായ ദൃശ്യങ്ങളോ ഇതിനേക്കാൾ ഭീകരമായ വാർത്തകളോ മുങ്ങിപ്പോകുന്ന അവസ്ഥയിലാണ് ഈ വാർത്ത പുറത്തു വരുന്നത് എന്നുകൂടി ശ്രദ്ധേയമാണ് ലക്ഷ്മി. തീർച്ചയായും ഗ്രാമീണ ഇന്ത്യയുടെ യാഥാർത്ഥ്യമാണ്. ഇന്ത്യൻ കർഷകന്റെ സ്ഥിതിയാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു ഒറ്റപ്പെട്ട ദൃശ്യമാണ് എന്ന് നമുക്കതിനെ പറയാൻ കഴിയില്ല. അത്
ഇന്ത്യയുടെ ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ കർഷകർക്ക് എന്നുള്ളതിൻ്റെ ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. മൃഗസമാനമായി മനുഷ്യർ ജീവിക്കുന്നു എന്നുള്ളതാണ്. കാള വലിക്കേണ്ട സ്ഥാനത്ത് മനുഷ്യൻ അവിടെ വലിക്കുകയാണ് പാടം ഉഴുതുമറിക്കുന്നതിനായി. അത്യന്തം സങ്കടകരമായ ദൃശ്യം. നമ്മൾ ടെക്നോളജിയുടെ കാര്യത്തിലൊക്കെ വലിയ തോതിൽ ഉയർന്നു നിൽക്കുമ്പോൾ, ആ തരത്തിൽ ഇന്ത്യയോർത്ത് അഭിമാനം കൊള്ളുമ്പോൾ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ വരുമ്പോൾ സങ്കടകരം എന്നേ പറയാനുള്ളൂ. ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് ഇപ്പോൾ നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.